1998 എന്ത് സംഭവിച്ചു, 1932 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു കാലല്ല ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്ത, ദിവസം ഭീഷണിപ്പെടുത്താൻ. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്ത, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്ത. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാര് നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട്, വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഒരു ഫോണ്, അപ്പൊ 04952 ഞാന് ഇവിടെ വയനാടിൽ ഫോണ് എന്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോൺ എന്നാ വിളിക്കുന്നത്. ലാൻഡ് ഫോണിന് വിളിക്കാണ്. ഇതാ ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കാം, ഞങ്ങൾ കാണിച്ചു, അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാം. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടനെ ആ നമ്പർ ആരെ നമ്പർ ആണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോ പിന്നെ എവിടെ ഷാഹുലെ, എവിടെ ഫറോക്ക് കോടമ്പുഴ ഏപ്പിക്കാരൻ നടത്തുന്ന ബൂത്തുന്ന. നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടാത്ത കാലം എന്തിനാ മനുഷ്യന്മാര്? എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം. എന്തേ മനുഷ്യന്മാരെ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ. അല്ല, അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാ. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൂടി വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടായി. കാലേക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത. എന്താ ഇവരെ വിചാരം? അല്ല, എന്താ ഇവരെ ഉദ്ദേശം? അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്താ റഹ്മത്തുള്ളത് പറയുമ്പോ ഇവിടെ പലരും രാവും പകലിലൊക്കെ എതിർക്കുന്നുണ്ടല്ലോ. എന്താ റഹ്മത്തുള്ള പറയുമ്പോ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ടതാകാത്ത വാദം ഇവിടെ നടക്കൂലാന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇവർക്കൊക്കെ പറ്റിയാൽ ഇങ്ങനെ പറഞ്ഞു നടന്നൂടെ? അതിന് ഇവര് കെട്ടിയ ഓളാകണ്ടേ നമ്മൾ? കണ്ടോ? അപ്പോ ഒരു മുസ്ലിയാരാണ്, അതും നമുക്കിടയിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ തന്നെ പറയുന്ന മൂപ്പരുടെ അനുഭവം. ഹേയ്, മൂപ്പരെ ഫോൺ വിളിച്ചിട്ട് തെറി വിളിക്കുക, ചീത്ത വിളിക്കുക,